പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ റാം മോഹൻ. ഇതിന്റെ ഭാഗമായി റാം മോഹൻ രാഹുലിനെ ചെന്ന് കാണുന്നു. രാഹുലെ, ആ ഡോക്യുമെന്റിന്റെ കാര്യം എന്തായി? ഞാൻ നിന്നോട് ചോദിച്ചിരുന്നില്ലേ? ഹാ അങ്കിളെ, ഡോക്യുമെന്റ് ഒക്കെ തരാം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നമുണ്ട്. ഡോക്യുമെന്റ്സ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ആ ഡോക്യുമെന്റ്സ് അങ്കിളിന് തരണമെങ്കിൽ അങ്കിളിന്റെ മകളായ ഇഷ ഈ വീട്ടിലേക്ക് വരണം. ഇഷ ഇപ്പോൾ ഇവിടേക്ക് വരുന്നു, അപ്പോൾ ഡോക്യുമെന്റ്സും വരും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്കിൾ. ഞാനാണ് ഉറപ്പ് നൽകുന്നത്, ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇതേ തുടർന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന മദ്യകുപ്പി തുറന്നു കാണിക്കുകയാണ് രാഹുൽ. ഞാൻ എന്തായാലും ഇഷ വരുന്നതുവരെ ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് മദ്യകുപ്പി എടുത്തതിനെ തുടർന്ന് തൻ്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു അവൻ എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ രാംമോഹൻ. മാത്രവുമല്ല, ഇതേ തുടർന്ന് അപ്പോൾ രാഹുൽ, നീ ഏത് രാഹുൽ? ഞാൻ എന്തായാലും കുറച്ച് നാളിനി ഒന്ന് ആഘോഷിക്കട്ടെ. പക്ഷെ അങ്കിളിനോട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇഷ ഇനിയിപ്പോ തിരിച്ചു വന്നാൽ അവളുടെയും കുഞ്ഞിൻ്റെയും ജീവന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും എനിക്ക് തരാൻ പറ്റില്ല. ചിലപ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക, അവർ മരിക്കാൻ വരെ സാധ്യതയുണ്ട് കേട്ടോ. രാഹുൽ, ഞാൻ പറഞ്ഞല്ലോ അങ്കിൾ, എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ രക്ഷപ്പെടാം. എന്തായാലും അവർ വരാതെ ഡോക്യുമെന്റ്സ് ഇവിടെ വരുമെന്ന് അങ്കിൾ കരുതണ്ട. ആ കാര്യത്തിൽ ഞാൻ അങ്കിളിന് ഉറപ്പ് നൽകുകയാണ്. മനസ്സിലായോ? അങ്കിൾ എന്തായാലും ഇഷ എവിടെയാണോ അവിടേക്ക് ഈ ന്യൂസ് ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതി. ഇഷ വരും, എനിക്ക് ഉറപ്പുണ്ട്. ശരി അങ്കിൾ. ഇതിനിടയിലാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് സുഹൃത്തായ SIയുടെ ഫോൺ വരുന്നത്. എടാ, എന്തായടാ, കാര്യങ്ങൾ എങ്ങനെ? ഞാനിപ്പോ ഇഷയുടെ കൂടെ സുഖമായി സന്തോഷത്തോടെ ജീവിക്കുകയാ. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ നീ ഒന്നും മിണ്ടാത്തെ? അത് അത് പറയടാ. അഭിഷേക്, എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ദേവബാലയുടെ നീ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ്. എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ അന്വേഷിച്ചില്ല എങ്കിൽ തന്നെ എൻ്റെ മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യവും വരും. അപ്പോഴും എനിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി വരും. അതുകൊണ്ടാണ് ഞാൻ കാര്യം നിന്നോട് പറയുന്നത്. അഭിഷേക്, നീ സ്റ്റേഷനിൽ വന്ന് ഹാജരായി പറ്റുകയുള്ളൂ. എനിക്ക് മനസ്സിലാകുന്നുള്ള നിന്റെ അവസ്ഥ. ഞാൻ എന്തായാലും വരാം. നീ പേടിക്കണ്ട, എനിക്ക് കുറച്ച് സമയം എന്താ. ഓക്കെ, ശരി അഭിഷേക്. ഇതേ തുടർന്ന് എന്താ അഭിഷേക്, മുഖം വല്ലാതിരിക്കുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇഷ, ദേവബാല എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് SI പറയുന്നത് എന്നോട് അവിടെ വന്ന് ഹാജരാകാനാണ്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകുമത്രേ. ഞാൻ എന്തായാലും ഒന്ന് പോയി ഹാജരാകാം എന്ന് തീരുമാനിക്കുകയാ. അബി, നിന്നെ എനിക്ക് നഷ്ടമാകുമോ? ഇഷ, നീ പേടിക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് മാനേജ് ചെയ്യാം. നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല, മനസ്സിലായോ? ഇതേ തുടർന്ന് അബി സ്റ്റേഷനിൽ ഹാജരാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.